ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റുകൾക്ക് നേർക്കും ആ ഫുൾ A+ എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നമ്മളിതാ നടന്നു നീങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന 3 സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഉറപ്പായും ഫിസിക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഫിസിക്സ് നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ ഇത്രത്തോളം കുഴപ്പിച്ചിട്ടുണ്ടാവുക? അതിന് ചില കാരണങ്ങളുണ്ട്. സോ അതെങ്ങനെ നമുക്ക് മറികടക്കാം? ഫിസിക്സിൽ A+ നേടാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. നിങ്ങളുടെ ഏത് സീനിയേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അവർ കഴിഞ്ഞ പബ്ലിക് എക്സാമിൽ അവരെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായി വന്നിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് അവർ പറയാൻ പോകുന്നത് സോഷ്യൽ ആയിരിക്കും, രണ്ടാമത് കൂടുതൽ മക്കളെയും മാത്സ് ആയിരിക്കാം, മൂന്നാമത് ഫിസിക്സ് ആയിരിക്കാം. സോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ഈ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ ഉൾപ്പെടെ ചെയ്തൊരു തെറ്റാണ് അവസാന നിമിഷത്തെ പ്രിപ്പറേഷൻ. ഒരു വർഷം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും നമ്മളിൽ പലർക്കും പഠിക്കാൻ ഒരു ചൂട് വരുന്നത് അവസാനത്തെ ഒരു 2 മാസത്തിലായിരിക്കും. ശരിയല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കും ഈ കഴിഞ്ഞ 9ാം ക്ലാസ് പരീക്ഷയെയും അപ്രോച്ച് ചെയ്തത്. പക്ഷെ അതേ പാറ്റേണിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ അതിമോഹമാണ് മോനെ അതിമോഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയായ പഠനത്തിലൂടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന സിലബസും സബ്ജക്റ്റുമല്ല 10ാം ക്ലാസ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതിന് സ്ട്രക്ചേർഡായ തുടക്കം മുതലുള്ള ഗംഭീരമായ പഠനം നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ആ A+ എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി ഫിസിക്സിൽ A+ നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? യെസ്, അതിലോട്ട് വരാം. അതിനു മുൻപായിട്ട് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കാറ്റഗറി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ സാധിക്കും. നമ്മളെ ഒരു തരത്തിലും കുഴപ്പിക്കാത്ത ഈസി ആയി തന്നെ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഫസ്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയാണ് പല മക്കൾക്കും അടിപതറി പോകുന്നത്. കാരണം അവർ പഠിക്കുന്ന ചോദ്യങ്ങൾ അതേപടി ഒരു മാറ്റവുമില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും പലരും പരീക്ഷാ ഹാളിലോട്ട് കയറി ചെല്ലുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഒരു ഇൻഡയറക്ട്നെസ് ഫീൽ ആയി കഴിഞ്ഞാൽ പലർക്കും കൃത്യമായ ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. സോ അങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനാണ് കോൺസെപ്റ്റിലൂന്നി കൃത്യമായി ഡെപ്തിൽ നിങ്ങൾ പഠിക്കണമെന്ന് പലപ്പോഴും പറയാറുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് നേടാനും മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുള്ളവയാണ് ന്യൂമറിക്കൽസ്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി, ഒന്ന് കൂട്ടുന്നതിനോ ഗുണിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എഴുതുന്നതിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും പതറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ മാർക്ക് എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാനും അവിടെ സാധ്യതയുണ്ട്. സോ ഈ 3 ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഏതു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നതിലിരിക്കുന്നു ഫിസിക്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കുകൾ. ഇനി എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഫിസിക്സിൽ നമുക്ക് A+ സെക്യൂർ ചെയ്യാൻ സാധിക്കുക എന്ന കാര്യത്തിലോട്ട് കടന്നാലോ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സൈസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്തൊക്കെ പഠിക്കുമ്പോഴും പലരും പഠിക്കാൻ വിട്ടുപോകുന്ന കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പാഠത്തിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരു 10-15 എക്സൈസ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20% വരെ ചോദ്യങ്ങൾ അതിലൂന്നി തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ എക്സൈസ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂ പോലും മാറാതെ ഡിക്റ്റോ ക്വസ്റ്റ്യൻസ് അതേപടി ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. സോ അതിന് വലിയ പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം. അടുത്തതാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 30% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ്. സോ എല്ലാ വർഷവും എല്ലാ തവണയും മെജോറിറ്റി മക്കളെ കുഴപ്പിക്കുന്നതും ഇതേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിന് കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഫോമുലാസ് മക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളുടെയും വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ 2ാമത്തെ ചാപ്റ്ററിലോട്ട് ഫിസിക്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാവും. ലെൻസസ് ഫോമുല, അതുപോലെ തന്നെ ലെൻസസ് ഫോമുലയിലെ മോഡിഫിക്കേഷൻ വരുന്ന മാഗ്നിഫിക്കേഷൻ ഓറിയന്റഡ് ഇക്വേഷൻസ്, പവറിന്റെ ഫോമുല, അങ്ങനെ കുറേ ഫോമുലാസ് പഠിക്കാനുണ്ടാവും. സോ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഓർത്ത് വെക്കുക എന്ന് പല മക്കളും വിചാരിക്കുന്നതാണ്. സോ മക്കളെ, അതിനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ഫോമുലാസ് എല്ലാം ഒരു A4 ഷീറ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ദിവസേന പഠിക്കാനിരിക്കുന്ന സ്റ്റഡി ടേബിളിന് മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു വെക്കുക. എല്ലാ ദിവസവും ആ ഫോമുല കാണുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകില്ല. എല്ലാ ദിവസവും പാടുന്ന ഒരു പാട്ട് പിന്നീട് എപ്പോഴെങ്കിലും മറക്കാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. അതുപോലെ തന്നെയാണ് മക്കളെ, ദിവസേന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഫോമുലാസിനെ നിങ്ങൾ കാണുക, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഫോമുലാസ് മറക്കില്ല. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലും നമുക്ക് മെജോറിറ്റി ഓഫ് മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്, സാറേ പുസ്തകം മാറിയില്ലേ പിന്നെ എന്ത് PYQ എന്നായിരിക്കാം. മക്കളെ, പുസ്തകം മാറിയെങ്കിൽ പോലും 2 പുതിയ ചാപ്റ്റേഴ്സ് മാത്രമാണ് പുതിയതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സും ഓൾറെഡി എക്സിസ്റ്റിംഗ് ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതിനകത്ത്
ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. സോ മെജോറിറ്റി ഓഫ് ടോപ്പിക്കിൽ നിന്നും നമുക്ക് PYQs കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നിലുള്ള വർഷങ്ങളിലുമായിട്ട് നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ കാണാറുള്ളത്. സോ ഈ 3 കൃത്യമായ ക്വസ്റ്റ്യൻ കാറ്റഗറി ക്രാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഏറ്റവും മികച്ച മാർക്ക് തന്നെയാണ് നമ്മളെ കാത്തിരിപ്പുള്ളത്. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. പക്ഷെ പല മക്കളും നേരിടുന്ന അടുത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, സാർ എനിക്ക് സെൽഫായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാർക്കോ അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന, എൻ്റെ പാരൻസ് സ്വപ്നം കാണുന്ന A+ എന്ന് പറയുന്ന ഫിഗറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. സോ എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന മക്കൾക്ക് വേണ്ടി സൈലത്തിന്റെ ഏറ്റവും എക്സ്ക്ലൂസീവായ അസ്ത്ര ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ സൈലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. സോ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാലൺ തുടങ്ങിയ ഒട്ടേറെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സൈലം കൂടെയുണ്ട്. നമുക്ക് 10ാം ക്ലാസ് ഗംഭീരമാക്കാം.